ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ എന്തായാലും കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഈ വീക്ക് പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. അടുത്ത വീക്കായിരിക്കും ഗൈസ് നമുക്ക് മേജർ ഒരു അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായി. അപ്പോൾ മിക്കവാറും അടുത്ത വീക്കായിരിക്കും എന്തെങ്കിലും നല്ല സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം. എന്തായാലും എന്തൊക്കെ ഇന്ന് വന്നു എന്തായാലും നോക്കാം ഗൈസ്. നമ്മുടെ റോഡ്രിയുടെ പാക്ക് അവർ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഗീസ്. ഇത് വന്ന പാക്ക് തന്നെയാണ്, റിപ്പീറ്റഡ് ആണ്. പിന്നെ മിഷൻസിലേക്ക് പോവുകയാണെങ്കിൽ മിഷൻസിൽ ഒബ്ജക്റ്റീവിനകത്ത് നമുക്ക് 2 ഫ്രീ സ്പിന്നിൻ്റെ ഇത് നമുക്ക് എന്തായാലും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കളിച്ചെടുക്കുക ഗീസ്. നമ്മുടെ യൂസിയലിൻ്റെ പാക്കാണ് ഗീസ്. അപ്പോൾ പ്ലെയർ ഓഫ് ദീഗിൻ്റെ 2 ഫ്രീ സ്പിൻ എന്തായാലും നമുക്ക് എന്തായാലും ഈ ആഴ്ച എന്തായാലും കിട്ടുന്നതായിരിക്കും ഗൈസ്. അതാണ് ഒബ്ജക്റ്റീവിനകത്ത് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. വേറെ ക്യാമ്പയിനും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഗൈസ്. അത് മിക്കവാറും ഇനി എന്തായാലും അപ്ഡേറ്റിനായിരിക്കും. മിക്കവാറും അടുത്ത വ്യാഴാഴ്ച ആയിരിക്കും നമുക്ക് അപ്ഡേറ്റ് വരാൻ പോകുന്നത്. മേജർ അപ്ഡേറ്റ് ആണ് അവർ പറയുന്നുണ്ടായി. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ്. പിന്നെ അവർ പുതിയൊരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നോർവേയുടെ ഒരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കാണ്. 1500 കോയിൻ കൊടുക്കണം ഗൈസ്. ഹാലൻഡ് ഉണ്ട്, ഒഡേഗാർഡ് ഉണ്ട്, അങ്ങനെ കുറച്ച് കിടിലം പ്ലേസൊക്കെ ഉണ്ട്. പിന്നെ ഒരു ജേഴ്സിയുടെ പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ ഈ മാനേജറിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഔട്ട് വൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 89 ഗൈസ് കാണിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഉള്ള മാനേജറൊക്കെ 88. പക്ഷേ ഈ മാനേജർ 89 ഉണ്ട് ഗൈസ്. പക്ഷേ കുറേ പേരൊക്കെ എടുക്കാൻ ചാൻസ് കുറവാണ്. കാരണം ഔട്ട് വൈഡും ലോങ് ബോളും ഉള്ളൂ ഈ മാനേജറിന്. ക്വിക്ക് കൗണ്ടറും പൊസിഷനൊക്കെയാണെങ്കിൽ മിക്കവാറും ആരെങ്കിലുമൊക്കെ എടുത്തേനെ ഗൈസ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല ഗൈസ്. പിന്നെ പാക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ റോഡ്രിയുടെ പാക്ക് അവർ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. റോഡ്രി, വിനീഷ്യസ്, ബെല്ലിംഗാം, ആ ഒരു പാക്ക് അവർ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്കാണ്. പ്ലെയർ ഓഫ് ദി വീക്കിൽ നോക്കുവാണെങ്കിൽ ഗൈസ് നമ്മുടെ മുഷ്യാല വന്നിട്ടുണ്ട്. ഹോൾ പ്ലെയർ ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാവറ്റ്സ്കേലിയ വന്നിട്ടുണ്ട് ഗൈസ്. ചങ്ങായി ഏതാണ്, പൊളിഫിക് വിങ്ങറാണ് ഗൈസ്. അപ്പോൾ കുഴപ്പമില്ലാത്ത കുറച്ച് കാർഡ്സൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഗൈസ് നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൽ പറയാനുള്ളത്. പ്ലെയർ ഓഫ് ദി വീക്കിൽ കുഴപ്പമില്ലാത്ത 2-3 പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് പ്ലെയർ ഓഫ് ദി വീക്കിൽ പറയുന്നത്. പിന്നെ ഈ ഗോൾ കീപ്പർ നല്ലതാണെന്ന് കുറേ പേര് പറയുന്നുണ്ട് ഗൈസ്. ഡിഫൻസീവ് ഗോൾ കീപ്പറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു പ്ലെയർ ഓഫ് ദി വീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് വേറെ പാക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഗൈസ്. ഇപ്പോൾ പാക്കിൻ്റെ കാര്യത്തിൽ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇനിയിപ്പോൾ മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ മാച്ചിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ മാച്ചിൽ എന്തായാലും ഒരു കോയിൻ ഇവൻ്റ് വന്നിട്ടുണ്ട്. ഇതാണ്, നോക്കട്ടെ ഗൈസ്. ഇതിനകത്തായിരിക്കാൻ ചാൻസ് ഇല്ല ഗൈസ്. നോക്കാം എന്തായാലും. ഇല്ല ഗൈസ്, ഇതിനകത്ത് കോയിനൊന്നുമില്ല. GPയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തായിരിക്കും ഗൈസ് കോയിൻ ഇവൻ്റ്. ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഇവൻ്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 50 ക്ലബ് കോയിൻ അതിനകത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. വലിയ കാര്യമാണ് ഗൈസ്. കാരണം എൻ്റെ 1200 കോയിനാണ് ഗൈസ് ഞാൻ സാമുലേറ്റോടെ പാക്കിൽ കറക്കിയത്. എനിക്ക് ഒരു എപ്പിക്ക് പോലും അവന്മാർ തന്നില്ല. 2 ഹൈലൈറ്റ് കാർഡ് തന്നു. എന്തിനാന്ന് പോലും അറിയില്ല ഗൈസ്. കോയിനാണെങ്കിൽ നമുക്ക് കുറച്ചാണെന്ന് തരുന്നുള്ളൂ. പ്രോബിലിറ്റിയെങ്കിലും അവന്മാർക്ക് കൂട്ടിക്കൂടെ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും കളിച്ച് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിന്നൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. പ്ലെയർ ഓഫ് ദി വീക്കിൽ പോലും ടാർഗറ്റ് കിട്ടുന്നില്ല ഗൈസ്. എന്തൊരു അവസ്ഥയാണെന്നാണ് ഞാൻ ആലോചിക്കണത്. എന്തായാലും നോക്കാം. എന്തായാലും എവിടെ ഗൈസ്, ഇവിടെ വേറൊരു ഫ്രീ സ്പിന്നുണ്ട്. ഡ്രോബയുടെ ഫ്രീ സ്പിന്നാണ് ഗൈസ്. എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലൊക്കെ ഒരുപോലെ തന്നെയാണ്. കാരണം ഡ്രോബ് 3 ഉണ്ട് ഗൈസ് എൻ്റെ കയ്യിൽ. എന്തിനെന്നറിയില്ല, ആവശ്യമില്ലാത്ത കുറേ സാധനം നമുക്ക് വാരിക്കോരി തരും. എന്തായാലും സ്പിന്നെടുക്കാം. ഓക്കെ, ഹെർ വി ഗോ. സ്പിന്നെടുത്തിട്ടുണ്ട് ഗൈസ്. ബേസ് കാർഡ് തന്നെയാണ്. ഓക്കെ, സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്തായാലും പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ എടുക്കാം. പ്ലെയർ ഓഫ് ദി വീക്കിൽ ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ പ്ലെയർ ഓഫ് ദി വീക്കിൽ ഗൈസ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒന്ന് മുഷ്യാലയാണ്. പിന്നെ അടുത്തൊരു ടാർഗറ്റ് നമ്മുടെ കാവറ്റ്സ്കേലിയാണ് ഗൈസ്. കാവറ്റ്സ്കേലിയയുടെ ഒരു കാർഡ് എൻ്റെ കയ്യിൽ ഉണ്ട് ഗൈസ്. പക്ഷേ അത് 99 റേറ്റിംഗ് ആണ് കാർഡ് പോകുന്നത്. ഈ കാർഡ് ബൂസ്റ്റർ കാർഡാണ്, PSG കാർഡാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് നെപ്പോളിയുടെ കാർഡാണ് ഗൈസ്. അപ്പോൾ കാവറ്റ്സ്കേലിയ, പിന്നെ മുഷ്യാല, പിന്നെ ആ ഗോൾ കീപ്പറിനെ കിട്ടിയാലും കുഴപ്പമില്ല ഗൈസ്. ഇവർ 3 പേരുമാണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. എന്തായാലും സ്പിന്നെടുത്ത് നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ആരെ പ്ലെയർ ഓഫ് ദി വീക്കിന് കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്പിൻ എടുക്കാം ഗൈസ്. ഓക്കെ, ഹിയർ വി ഗോ ഗൈസ്. അപ്പോൾ തിങ്കളാഴ്ച വരുന്ന പാക്ക് കിടിലൻ പാക്കാണ് ഗൈസ്. പീറ്റർ ചെക്കൊക്കെ വരുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ പീറ്റർ ചെക്കിന് വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്. ആ കോയിൻ കൂട്ടി വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സാമുവലിറ്റിയുടെ പാക്ക് വന്നപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ അത് സ്പിൻ ചെയ്ത് പോയി. ഇനിയിപ്പോൾ എന്തായാലും പീറ്റർ ചെക്കിൻ്റെ പാക്ക് എനിക്ക് ഇറക്കാൻ പറ്റില്ല ഗൈസ്. പീറ്റർ ചെക്കൊക്കെയാണ് തിങ്കളാഴ്ച വരുന്നത്. നല്ലൊരു പാക്കാണ് ഗൈസ് തിങ്കളാഴ്ച വരുന്നത്. പക്ഷേ കോയിനില്ല. ഓക്കെ ഗൈസ്, മേളിൽ പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. ആരാ നോക്കാം എന്തായാലും. ഹിയർ വി ഗോ. ആരാണ് നോക്കട്ടെ ഗൈസ്. ഇംഗ്ലീഷ് ലീഗാണ് ജോൺസൺ. ഓക്കെ ഗൈസ്, നമുക്ക് വേണ്ടാത്തൊരു പ്ലെയറെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, പ്ലെയർ ഓഫ് ദി വീക്കിൽ എനിക്ക് തേപ്പാണ് ഗൈസ്. എന്തിനാണ് കൊനാമി? എൻ്റെ ടാർഗറ്റ് മുഷ്യാലയായിരുന്നു. മുഷ്യാലിനെ തന്നാൽ പോരായിരുന്നാ? അപ്പോൾ എന്തായാലും അതങ്ങനെ തീർന്നിട്ടുണ്ട് ഗൈസ്. ഇവൻ്റെ പ്ലേയിങ് സ്റ്റൈൽ നോക്കട്ടെ. പ്ലേയിങ് സ്റ്റൈല് പൊളിഫിക് വിങ്ങർ തന്നെയാണ്. കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സൊക്കെ ഉണ്ട്, സ്പീഡൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ നിങ്ങൾക്കാരെ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ബൈ.